എൻ്റെ മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കപ്പെട്ടു. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൻ്റെ നമുക്ക് ഒരു 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. ഇന്നു മുതൽ നമ്മൾ ആ ഷോ തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന മാതൃഭൂമിയുടെ സാന്നിധ്യവും പുസ്തകം എഴുതിയിട്ടുള്ള മൻസൂറാണ്. ഇവിടെ നേടിയിട്ടുള്ള സഹോദരി സുഹൃത്തുക്കൾ ധാരാളം പുസ്തക പ്രസിദ്ധീകരണം ഉണ്ടാകാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തക പ്രസിദ്ധീകരണ വേദിയിൽ പ്രത്യേകമായ ഒരു അനുഭൂതി. പുസ്തകത്തിൻ്റെ രചയിതാവ് എൻ്റെ സഹോദരിയുടെ പഠനം. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം ധാരാളം ഇതിൻ്റെ ലേഖനങ്ങളൊക്കെ നേരത്തെ എഴുതിയിട്ടുണ്ട്. പക്ഷേ യൂറോപ്പിലെ മഞ്ഞുകാല യാത്രകൾ എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള ഈ പുസ്തകം ഒരുപാട് കാലമായി അദ്ദേഹം തുടർന്നു വരുന്ന ഈ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ രചിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ തുടർച്ചയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് ഞാൻ പറഞ്ഞതുപോലെ അബ്ദുൽ ചെറുവാടി യാത്രയെ വളരെ സ്നേഹിച്ച ഒരാളാണ്. പിതാവിൻ്റെ മാർഗത്തിൽ തന്നെ യാത്ര ചെയ്യുന്ന ഏറ്റവും ആസ്വദിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ രചിച്ചിട്ടുള്ളത്. ഏറ്റവും സന്തോഷകരമായ ജോലിയാണ് സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത്. സഞ്ചാര സാഹിത്യത്തിൻ്റെ സംഗതി നോക്കുകയാണെങ്കിൽ അത് ശരിക്കും എഴുത്തുകാരനും ആസ്വദിക്കും, വായനക്കാരനും ആസ്വദിക്കും. എഴുത്തുകാരൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും, അതുപോലെ തന്നെ വായനക്കാരനെയും കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. ഇവിടെ വരാനും ഈ പുസ്തകത്തിൻ്റെ ഉദ്ഘാടനത്തിന് റിലീസിന് പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ളൊരു സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരു തീർത്ഥാടനം പോലെ അക്ഷരസ്നേഹികളോട് ഒത്തുകൊള്ളുകയാണ്. ഈ നല്ല ശുഭ മുഹൂർത്തത്തിൽ എല്ലാവിധ നന്ദിയും അതുകൊണ്ട് ഈ പുസ്തകം സന്തോഷകരമായിട്ട് വായിക്കാൻ വേണ്ടി വായനക്കാർക്ക് തുറന്നു കൊടുത്തതായിട്ട് അറിയിച്ചുകൊണ്ട് മൻസൂറിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ ഉള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇതൊരു സഞ്ചാര സാഹിത്യ ഗ്രന്ഥമാണ്. സഞ്ചാര സാഹിത്യം എന്ന ശാഖ മലയാളത്തിൽ എത്രമേൽ സമ്പന്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ മലയാളത്തിലെ സഞ്ചാര സാഹിത്യത്തിന് തിളക്കവും വെളിച്ചവും നൽകിയ കുറച്ച് മഹാരഥന്മാരെ അനുസ്മരിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. ഞാൻ കോഴിക്കോട്ടുകാരനാണ്, മൻസൂർ കോഴിക്കോട്ടുകാരനാണ്. തീർച്ചയായും ഞങ്ങൾ കോഴിക്കോട്ടുകാർ എന്ന രീതിയിൽ പ്രാദേശികവാദം ഉന്നയിക്കല്ല, കോഴിക്കോട്ടുകാരായ ചില സഞ്ചാര സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ സഞ്ചാരത്തിലൂടെ സാഹിത്യത്തെ സമ്പന്നമാക്കിയ ചിലരെ സ്മരിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. കോട്ടയത്ത് നിന്ന് അല്ലെങ്കിൽ വൈക്കത്ത് നിന്ന് കോഴിക്കോട് വന്ന് താമസമാക്കി ബേപ്പൂരിൻ്റെയും മലയാള സാഹിത്യത്തിൻ്റെയും സുൽത്താനായി മാറിയ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാനായ അല്ലെങ്കിൽ മലയാളം ഇന്നോളം കണ്ട ഏറ്റവും മികച്ച എഴുത്തുകാരൻ്റെ എഴുത്തിൻ്റെ കരുത്ത്, ശക്തി, അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സഞ്ചാരമായിരുന്നു. അതേപോലെ തന്നെ മലയാളത്തിൽ നമ്മുടെ ഏറ്റവും മഹാനായ യാത്രികൻ അല്ലെ ഏറ്റവും വലിയ യാത്രികൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എസ് കെ പൊറ്റക്കാടും മലയാളം കണ്ട അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ സഞ്ചാര സാഹിത്യകാരന്മാരിൽ ഒരാളോ അല്ലെങ്കിൽ ആദ്യത്തെ ആളോ ആണ്. ബഷീർ മലയാള സാഹിത്യം കണ്ട ഏറ്റവും മികച്ച എഴുത്തുകാരനാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സഞ്ചാര സാഹിത്യകാരൻ എന്ന അഭിമാനത്തോടെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന തിളക്കമുറ്റ ഒരു മഹാഗോപുരമാണ് എസ് കെ പൊറ്റക്കാട്. ഉറപ്പായിട്ടും എനിക്ക് പറയാൻ കഴിയും, വരും കാലത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും മൻസൂറിൻ്റെ യാത്രകൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എൻ്റെ മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കപ്പെട്ടു. കഴിഞ്ഞ 12 വർഷങ്ങളായി ഷാർജ ബുക്ക് ഫെയറിൽ ഒരു കാഴ്ചക്കാരനായി ഞാനുണ്ട്. പുസ്തകങ്ങൾക്കിടയിലൂടെ സമ്പന്നമായ സാഹിത്യ സദസ്സിലൂടെ സൗഹൃദങ്ങൾക്കിടയിലൂടെ ഞാൻ നടന്നു. ഓരോ ബുക്ക് ഫെയറും പടിയിറങ്ങുമ്പോൾ തോന്നുന്നൊരു സങ്കടമുണ്ട്.
അതിനിടയിൽ ഒരു വലിയ സന്തോഷമാണ് ഈ ദിവസം. ഇപ്പോഴെനിക്ക് ഏറെ നഷ്ടബോധം തോന്നുന്നത് എൻ്റെ ഉപ്പയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. കാരണം എഴുത്തിൻ്റെ യാത്രയുടെ വേരുകൾ ചെന്ന് തോന്നുന്നത് ഉപ്പയിലാണ്. യാത്രയെയും എഴുത്തിനെയും എങ്ങനെ സമീപിക്കണം എന്നതിനുള്ള എൻ്റെ പാഠപുസ്തകവും ഉപ്പ തന്നെയാണ്. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.